ഇന്ന് നമുക്ക് പച്ചമാങ്ങ വെച്ചിട്ട് നല്ലൊരു ചമ്മന്തിപ്പൊടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കടലപ്പരിപ്പ് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം 1 മിനിറ്റ് ഒന്ന് ഇതുപോലൊന്ന് റോസ്റ്റായി വന്ന് കഴിയുമ്പം ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് ഒന്ന് ബ്രൗൺ കളറായി വരുമ്പം നമുക്കിനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവൻ മല്ലി, അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക്, ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉലുവ, അതുപോലെ ഒരു 4-5 വറ്റൽമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുളക് ഓരോരുത്തരുടെ എരിവിന് ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കറിവേപ്പിലയും മൂത്ത് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി 2 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഈ ഒരു മാങ്ങയുടെ തോലെല്ലാം തന്നെ ഒന്ന് ചെത്തി കളഞ്ഞതിന് ശേഷം വലിയ പീസസ് ആയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് തേങ്ങയാണ്. അപ്പോൾ ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു തേങ്ങ ചിരവിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു പച്ചമാങ്ങയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി സ്പൂൺ വെച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഒന്ന് ചതച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം വല്ലാണ്ട് ആ മാങ്ങയിൽ നിന്നിങ്ങനെ ഊർന്നു വരും. ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇനി ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലയുടെ ചൂടൊക്കെ ആറിയിട്ടുണ്ടാവും. പിന്നെ അതും കൂടെ ഒരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒട്ടും വെള്ളമൊന്നും ചേർക്കരുത്, നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങയും മാങ്ങയുടെയും കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ വെള്ളം എല്ലാം തന്നെ വറ്റി നന്നായി വിട്ട് വരുന്ന ആ ഒരു പരുവത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതുപോലെ അതിൻ്റെ വെള്ളം ഫുള്ളായിട്ട് വലിഞ്ഞ് ഇതുപോലെ പൊടിയായി വരുന്ന ഈ ഒരു സ്റ്റേജ് എത്തുമ്പം നമുക്കിനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും, അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു പൊടികളുടെയും കൂടെ പച്ചമണം മാറുന്നവരെ നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. നേരത്തെ എനിക്ക് ചേർക്കാൻ വിട്ടുപോയത് കൊണ്ടാണ് ഈ ഒരു സമയത്ത് ചേർത്തത്. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പൊടികളും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ല രീതിക്ക് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു തേങ്ങയും മാങ്ങയുടെ കൂട്ടും ഈ ഒരു മസാലക്കൂട്ടും ഒക്കെ ആയിട്ട് നന്നായിട്ട് കമ്പൈൻഡ് ആയിട്ട് വരണം. അപ്പോൾ കളറൊക്കെ ചേഞ്ചായി ഇതുപോലൊന്ന് നല്ലോണം റോസ്റ്റായി വന്നു കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച് ഒരല്പം ചൂടാറിയതിന് ശേഷം ഈ ഒരു കൂട്ട് കുറേശ്ശെയായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈൻ പൗഡർ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ചമ്മന്തിപ്പൊടി നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം എയർടൈറ്റ് ആയിട്ടൊരു ബോട്ടിലേക്ക് സ്റ്റോർ ചെയ്യുക. നമുക്ക് കുറേ കാലം കേടാവാതെ ഇരിക്കും. നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഇഡ്ഡലി, ദോശ, അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഈ ഒരു പച്ചമാങ്ങ ചമ്മന്തിപ്പൊടി എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.